ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്നൊരു എക്സാം പി എസ് സി നടത്തിയിട്ടുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യേണ്ട അസിസ്റ്റൻറ്റ് മാനേജർ, LDC ലോവർ ഡിവിഷൻ ക്ലർക്ക്, അസിസ്റ്റൻറ്റ് എന്നീ തസ്തികകളിലേക്കുള്ള ഒരു എക്സാം ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഡിഗ്രി ലെവൽ എക്സാം ആയിരുന്നു. ആ ഒരു എക്സാമിൻ്റെ പ്രൊവിഷൻ്റെ ആൻസർ കീയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ NCERT ക്ലാസ്സുകളും SCERT ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈമൺ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഇതൊരു പൂർണ്ണമായും വെള്ളക്കാരായ അംഗങ്ങളുള്ള കമ്മീഷനായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അവലോകനം ചെയ്യാനും പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുവാനും ഇത് ലക്ഷ്യമിട്ടു. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. സൈമൺ കമ്മീഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പൂർണ്ണമായും വെള്ളക്കാരായ അംഗങ്ങളുള്ള കമ്മീഷനായിരുന്നു. അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അവലോകനം ചെയ്യാനും പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുവാനും ഇത് ലക്ഷ്യമിട്ടു. നെക്സ്റ്റ്, ദ സമോറിൻസ് ഓഫ് കാലിക്കട്ട് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, KV കൃഷ്ണ അയ്യർ. ചരിത്രകാരനായ ഫൈസൽ ദേവ്ജി ആരെയാണ് ദ ഇമ്പോസിബിൾ ഇന്ത്യൻ എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ സി, MK ഗാന്ധി. റൂസോയെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. എല്ലാം ശരിയാണ്. റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അദ്ദേഹം ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി രചിച്ചു. റൂസോ റൊമാൻറ്റിസത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആത്മവിദ്യാസംഘം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, വാഗ്ഭടാനന്ദൻ. അലാസ്ക ഉച്ചകോടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, ട്രംപ് പുട്ടിൻ. താഴെ പറയുന്നതിൽ ഏതാണ് ഡ്രെയിനേജ് വിൻഡ് അഥവാ ചെരിവിലൂടെ താഴേക്ക് വീശുന്ന കാറ്റിന് ഒരു ഉദാഹരണം? ഡ്രെയിനേജ് വിൻഡ് അല്ലെങ്കിൽ ചെരിവിലൂടെ താഴേക്ക് വീശുന്ന കാറ്റിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മിസ്ട്രൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. അന്തർവേദ ആഗ്നേയശില ഗാബ്രോ, അവസാദശില ട്രാവർട്ടൈൻ, ബഹിർവേദ ആഗ്നേയശില ബസാൾട്ട്, കായാന്തരിത ശില കോട്ട്സൈറ്റ്. നെക്സ്റ്റ്, താഴെ പറയുന്നവ യോജിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ആരവല്ലി നിര അവശിഷ്ട പർവ്വതങ്ങൾ, ഹിമാലയം മടക്ക് പർവ്വതങ്ങൾ, സൽപുര ബ്ലോക്ക് പർവ്വതം, കിഴക്കൻ ഘാട്ടുകൾ തുടർച്ചയില്ലാത്ത മലനിര. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏത് ജോഡിയാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നരിമനം എണ്ണപ്പാടം ആന്ധ്രാപ്രദേശ്, അതാണ് അവിടെ തെറ്റായിട്ട് വരുന്നത്. നഹർകട്ടിയ എണ്ണപ്പാടം അസം, ലൂനേജ് എണ്ണപ്പാടം ഗുജറാത്ത് ശരിയാണ്. ബസീൻ എണ്ണപ്പാടം മഹാരാഷ്ട്രയാണ് ശരിയാണ്. നരിമനം എണ്ണപ്പാടം വരുന്നത് തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 3 ശരിയും 3, 4 എന്നിവ തെറ്റുമാണ്. ചിന്നാർ വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയാണല്ലോ, ശരിയാണല്ലേ. ഇനി കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതമാണെന്ന് പറയുന്നു. അത് തെറ്റാണ്. ഇനി ചെങ്കുറിഞ്ചി എന്ന തനത് സസ്യവർഗത്തെ ചെന്തുരുണി വന്യജീവി സങ്കേതം സംരക്ഷിക്കുന്നു. ചെന്തുരുണിയാണല്ലേ, ഓക്കെ. ചെന്തുരുണി വന്യജീവി സങ്കേതം സംരക്ഷിക്കുന്നു, അത് ശരിയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വലുതുമായ തേക്ക് മരങ്ങളിലൊന്നായ കന്നിമരം വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കന്നിമരം എവിടെയാണ് കാണപ്പെടുന്നത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണല്ലേ, പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. ഓക്കെ, ഇനി എന്താണ് വടക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? വടക്കേയറ്റത്തുള്ളത് ആറളമാണല്ലേ, ആറളമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 3 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 6ാമത് ദേശീയ ജല അവാർഡുകളിൽ മികച്ച സംസ്ഥാനം എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2024 ദേശീയ ജല അവാർഡുകളിൽ മികച്ച സംസ്ഥാനം എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മഹാരാഷ്ട്ര. നെക്സ്റ്റ്, ഇന്ത്യയിലെ ചരക്ക് സേവന നികുതി GST ഘടനയെക്കുറിച്ചുള്ള താഴെ പറയുന്നതിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്?
GST കൗൺസിലിന് ഭരണഘടനാപരമായ സ്ഥാനമുള്ളതിനാൽ അതിൻ്റെ തീരുമാനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ബാധകമാണ് എന്ന് പറയുന്നു. അത് തെറ്റാണ്. ഇനി അന്തർ സംസ്ഥാന വിതരണങ്ങൾക്ക് IGST ചുമത്തുകയും കേന്ദ്ര സർക്കാർ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൽ നിന്നുള്ള വരുമാനം കേന്ദ്രവും ചരക്ക് സേവനം എത്തിച്ചേരുന്ന സംസ്ഥാനവും തമ്മിൽ പങ്കിടുന്നു. അത് ശരിയാണ് അല്ലേ? സംയോജിത GST എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ? ഇനി GSTയിലേക്കുള്ള മാറ്റം മൂലം സംസ്ഥാനങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള വരുമാന നഷ്ടം നികത്തുന്നതിനായി 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റായിട്ട് വേണ്ട ഒന്നാമത്തെ പ്രസ്താവനയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ്, തീരുമാനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ബാധകമാണെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ തീരുമാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശുപാർശകൾ മാത്രമാണ് അവിടെ ബാധകമായിട്ട് വരുന്നത്. കർശനമായിട്ട് ബാധകമൊന്നും പറയുന്നില്ല. അതായത് സുപ്രീം കോടതി വിധി പ്രകാരം GST കൗൺസിൽ തീരുമാനങ്ങൾ ശുപാർശകൾ മാത്രമാണ് വരുന്നത്. കർശനമായിട്ട് ബാധകം വരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയായത്? വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി NBFCകൾക്ക് ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ, അതായത് ആവശ്യപ്പെടുമ്പോൾ പിൻവലിക്കാവുന്ന നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല. അത് ശരിയാണ്. ഇന്ത്യയിലെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾക്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ കഴിയില്ല. ശരിയാണ്. അതുപോലെ തന്നെ ഈ ബാങ്ക്, അതായത് ഈ NBFC പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമല്ല. മാത്രമല്ല അവയ്ക്ക് സ്വന്തം പേരിൽ ചെക്കുകൾ പുറപ്പെടുവിക്കാനും കഴിയില്ല. അതും ശരിയാണ്. എല്ലാ NBFCകളിലെയും നിക്ഷേപകർക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ നിക്ഷേപ ഇൻഷുറൻസ് സൗകര്യം ലഭ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമല്ല എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൽ പ്രസ്താവന എ, അതായത് എന്നും കാരണം തന്നിട്ടുണ്ട്. താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഉത്തരം അടയാളപ്പെടുത്തുക. പ്രസ്താവന ഇന്ത്യയിലെ പ്രാദേശിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കാൻ ഹരിത വിപ്ലവം കാരണമായി. ഇതിൻ്റെ പ്രയോജനങ്ങൾ പ്രധാനമായും പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. അത് ശരിയാണ് അല്ലേ? ഇനി കാരണം ഉറപ്പായ ജലസേചന സൗകര്യങ്ങളും ഉയർന്ന മൂലധന നിക്ഷേപവും ആവശ്യമായിരുന്ന ഈ പുതിയ സാങ്കേതികവിദ്യ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും വലിയ ഭൂവുടമസ്ഥതയുമുള്ള പ്രദേശങ്ങളിൽ മാത്രമേ സാമ്പത്തികമായി പ്രായോഗികമായിരുന്നുള്ളൂ. അതും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. AR ശരിയാണ്. നെക്സ്റ്റ്. ഇന്ത്യൻ കാർഷിക സ്ഥിതിവിവര കണക്കുകളിലെ മൊത്തം വിളഞ്ഞ വിസ്തീർണം എന്ന ആശയം ഡേഷ് ആകെ വിസ്തൃതിയെ സൂചിപ്പിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരു വർഷത്തിൽ എത്ര തവണ വിതച്ചാലും വിളകൾ വിതയ്ക്കുന്ന. നെക്സ്റ്റ്. ഇനി പറയുന്നതിൽ ഏതാണ് ഒരു പരസ്യ മൂല്യ നികുതിയുടെ ഉദാഹരണം? ആൻസർ ഓപ്ഷൻ ബി. വിൽക്കുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മൂല്യത്തിൻ്റെ ശതമാനമായി ഈടാക്കുന്ന നികുതി. ഇന്ത്യ സർക്കാർ അടുത്തിടെ ലിഥിയത്തെ ക്രിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽസ് പട്ടികയിൽ ഉൾപ്പെടുത്തി. ഈ വർഗീകരണത്തിനുള്ള പ്രാഥമിക സാമ്പത്തിക യുക്തി എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. EV ബാറ്ററി നിർമ്മാണത്തിൽ ആഭ്യന്തര ഉപയോഗത്തിനായി അതിൻ്റെ ലേലവും പര്യവേഷണവും സുഗമമാക്കുന്നതിന്. നെക്സ്റ്റ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് തൻ്റെ വിവേചനാധികാരം പ്രയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഏതാണ്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്ന സമയത്ത് രാഷ്ട്രപതിക്ക് വിവേചനാധികാരം പ്രയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ലോക്സഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തപ്പോൾ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി. സംസ്ഥാന ഗവർണർ. ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവയിൽ താഴെ പറയുന്നതിൽ ഏതെല്ലാം ഉൾപ്പെടുന്നു? അന്തർ സംസ്ഥാന വ്യാപാരവും വാണിജ്യവും. ശരിയാണല്ലോ. ശരിയാണോ? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നവയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. ഇനി മത്സ്യബന്ധനം, അതും തെറ്റാണ്. നിയമം, വൈദ്യശാസ്ത്രം, മറ്റു തൊഴിലുകൾ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നുണ്ട്. വൈദ്യുതിയും എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 3, 4 ആണ് ശരിയായിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ്. ശരിയാണോ? ശരിയാണ്. ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും മൗലിക അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. അതാണ് അവിടെ തെറ്റായി വന്നിട്ടുള്ള പ്രസ്താവന. മൗലിക അവകാശങ്ങൾ പരിധികളില്ലാത്തവയല്ല. ഓക്കെ, ശരിയാണ്. സംസ്ഥാന നടപടികൾക്കെതിരായ ഒരു ഉറപ്പാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന.
നെക്സ്റ്റ്, SR ബൊമ്മൈ കേസിലെ പ്രധാന വിധി എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള പ്രഖ്യാപനത്തിൻ്റെ സാധുത കോടതിയുടെ പുനഃപരിശോധനയ്ക്ക് വിധേയമാണ്. ഇന്ത്യയിലെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 16ാം ധനകാര്യ കമ്മീഷനാണ്. കേരളത്തിൻ്റെ കെ ഹോംസ് പദ്ധതിക്കായി തുടക്കത്തിൽ നിശ്ചയിച്ചിരുന്ന 4 പ്രധാന സ്ഥലങ്ങൾ ഏവ? കെ ഹോംസ്. ആൻസർ ഓപ്ഷൻ സി. കോവളം, കുമരകം, മൂന്നാർ, ഫോർട്ട് കൊച്ചി. കോവളം, കുമരകം, മൂന്നാർ, ഫോർട്ട് കൊച്ചി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷന്മാരെ അവരുടെ നിയമന കാലഘട്ടത്തിനനുസരിച്ച് ശരിയായ ക്രമത്തിൽ താഴെ പറയുന്നതിൽ ഏതാണ് ക്രമീകരിക്കേണ്ടത്? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷന്മാർ. ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3, 1, 4. ആദ്യം ആരാണ്? സുഗതകുമാരിയാണ്. പിന്നെ ശ്രീ എം ദേവി അല്ലേ. പിന്നെ ആരാണ്? ഡി ശ്രീദേവിയാണ്. പിന്നെ ആരാണ്? എം കമലം. പിന്നെയാണ് ആര് വരുന്നത്? MC ജോസഫൈൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെ സ്മാർട്ട് സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സേവനമോ മൊഡ്യൂളോ അല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? കെ സ്മാർട്ട് സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സേവനം അല്ലെങ്കിൽ മൊഡ്യൂൾ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. സംസ്ഥാന വൈദ്യുതി ഗ്രിഡിൻ്റെ കേന്ദ്രീകൃത മാനേജ്മെൻറ്റ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി. ജി ശശിധരൻ. പ്രധാന വരുമാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. കമ്മീഷൻ്റെയാണ്. ഇനി പ്രധാന വരുമാന ലൈസൻസിംഗ് പ്രവർത്തനങ്ങൾക്കായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന ഇൻഫോർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്ത ഇ ഗവേണൻസ് സോഫ്റ്റ്വെയർ ഏതാണ്? ഇൻഫോർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഇ ഗവേണൻസ് സോഫ്റ്റ്വെയർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. സഞ്ജയ. ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. കേരളത്തിലെ 3 റാംസാർ സൈറ്റുകളും 2002 പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ശരിയാണ്. ഇന്ത്യയിലെ ആകെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 94 ഉയർന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ സൈറ്റുകളുള്ളത് തമിഴ്നാട്ടിലാണ്. മധ്യപ്രദേശിലെ തവ റിസർവോയറും ജാർഖണ്ഡിലെ ഉദ്വ തടാക പക്ഷി സങ്കേതവും ഏറ്റവും ഒടുവിലായി പട്ടികയിൽ ഉൾപ്പെടുത്തിയ തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടുന്നു. അതും ശരിയാണ്. കേരളത്തിലെ ശാസ്താംകോട്ട തടാകവും തമിഴ്നാട്ടിലെ ലോങ്കുഡ് ചോല റിസർവ് വനവും ഉയർന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന പ്രത്യേകതയുള്ളവയാണ്. അതാണ് അവിടെ തെറ്റായിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ശാസ്താംകോട്ട തടാകം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉയർന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. ശരിക്കും പറഞ്ഞാൽ താഴ്ന്ന പ്രദേശങ്ങളിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിലാണ് NIDM പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ഇന്ത്യയിലുടനീളം അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലല്ല, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയാണ്. കുടുംബക്ഷേമം അല്ല വരുന്നത് കേട്ടോ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് വരുന്നത്. ഇനി ഇന്ത്യയിലുടനീളം ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിൽ പരിശീലനത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉന്നത സ്ഥാപനമാണെന്ന് പറയുന്നു. അതെന്താണ്? ശരിയാണ് അല്ലേ. ശരിയാണ്. വലിയ തോതിലുള്ള ദുരന്തങ്ങളുടെ അനന്തരഫലങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രതിരോധ സംസ്കാരം എന്നതിലുപരി ഒരു പ്രതികരണ കേന്ദ്രീകൃത തന്ത്രം പ്രോത്സാഹിപ്പിക്കുന്നതിലാണ് NIDMൻ്റെ ദർശനം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. കാരണം ഇതെന്ന് പറയുന്നത് ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം പ്രതികരിക്കുന്നതല്ല, മറിച്ച് ദുരന്തങ്ങൾ തടയുന്നതിനും ലഘൂകരിക്കുന്നതിനുള്ള ഒരു പ്രതിരോധ സംസ്കാരമാണ്. ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ ദുരന്ത സാധ്യത കുറയ്ക്കൽ സംയോജിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി UGC AICTE പോലുള്ളവ സഹകരിക്കാൻ NIDMന് ബാധ്യതയുണ്ട്. അത് ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ശരിയാണ്. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനക്ഷേമ നിയമത്തിൻ്റെ സവിശേഷതകൾ ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുതിർന്ന പൗരൻ്റെ സ്വത്തിൽ നിന്ന് കുട്ടികളെയോ ബന്ധുക്കളെയോ കുടിയിറക്കാൻ ട്രൈബ്യൂണലിന് ഉത്തരവിടാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1969 ഭേദഗതികൾക്ക് ശേഷം കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഒരു പ്രധാന ഫലം ഇനി പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. കുടിയാൻ നിർത്തലാക്കുകയും കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഉടമസ്ഥാവകാശം കൈമാറുകയും ചെയ്തു. നെക്സ്റ്റ് പ്രസ്താവനയും കാരണമാണ് തന്നിരിക്കുന്നത്.
ഒരു സിവിൽ കോടതിയെ പോലെ സാക്ഷികളെ വിളിച്ചു വരുത്താനും രേഖകൾ പരിശോധിക്കാനും ഹാജരാകൽ നിർബന്ധമാക്കാനും കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ശരിയാണ്. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 18 പ്രകാരം പരാതികൾ അന്വേഷിക്കുമ്പോൾ സിവിൽ കോടതിക്കുള്ള അതേ അധികാരങ്ങൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും നൽകിയിട്ടുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. A6 ശരിയാണ്. നെക്സ്റ്റ്, തൊഴിൽ നൽകുക, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക എന്നിവയായിരുന്നു GRYയുടെ ലക്ഷ്യം. അത് ശരിയാണോ? ശരിയാണ്. ഇനി തൊഴിൽ, ഗ്രാമീണ ആസ്തി വികസനം എന്നിവ GRY ലക്ഷ്യമിട്ടിരുന്നതായി കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് റിപ്പോർട്ട് ചെയ്തു. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി. ഒരു പ്രത്യേക വികേന്ദ്രീകരണ സെല്ല് വഴി വികേന്ദ്രീകൃത ആസൂത്രണം ഏകോപിപ്പിക്കുക എന്നത് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ന്യൂറോണുകളിലെ ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഡീപോളറൈസേഷൻ ഘട്ടത്തിന് ഏറ്റവും നിർണായകമായ അയോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. സോഡിയം. വിശ്രമാവസ്ഥയിലുള്ള ഒരു ആരോഗ്യമുള്ള മുതിർന്ന വ്യക്തിയുടെ ടൈഡൽ വോള്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി. 400 to 600 ml. ട്രെപ്പോണിമ പല്ലിട മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും ലൈംഗിക സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത്. ആൻസർ ഓപ്ഷൻ എ. സിഫിലിസ്. കേരള സർക്കാർ ആരംഭിച്ച ആർദ്ര മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി. പൊതുജനാരോഗ്യ സൗകര്യങ്ങളെ ജനസൗഹൃദ സ്ഥാപനങ്ങളാക്കി മാറ്റുക. ബാക്കി എല്ലാ ഭാഗത്തുനിന്നും ടഫുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ സയൻസ് നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. നെക്സ്റ്റ്, ടൈപ്പ് 2 പ്രമേഹത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3, 4 ആണ്. ഇത് പ്രധാനമായും ഭാരക്കുറവുള്ള വ്യക്തികളെ ബാധിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നില്ല അല്ലേ, അപ്പോൾ അത് തെറ്റാണ് വരുന്നത്. ഇനി ഇൻസുലിൻ പ്രതിരോധം രോഗത്തിൻ്റെ ഒരു പൊതു സവിശേഷതയാണ്. അത് ശരിയാണ്. ദീർഘകാലം നിയന്ത്രിക്കാത്ത പ്രമേഹം മന്ദതയിലേക്ക് നയിച്ചേക്കാം. ശരിയാണ്. പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കും. അതും ശരിയാണ്. നെക്സ്റ്റ്, ഇനി പറയുന്ന വിറ്റാമിനുകളിൽ ഏതിൻ്റെ കുറവാണ് രാത്രി അന്ധതയ്ക്ക് കാരണമാകാൻ ഏറ്റവും സാധ്യത? രാത്രി അന്ധതയ്ക്ക് കാരണമാകാൻ ഏത് വിറ്റാമിൻ്റെ കുറവാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. റെറ്റിനോൾ ആണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. നെക്സ്റ്റ്, 2024 ജൂണിൽ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന യോഗങ്ങൾ ഏത് നഗരത്തിലാണ് നടന്നത്? ആൻസർ ഓപ്ഷൻ സി. ബോണും ജർമ്മനിയും. വിക്ടർ ആംബ്രോസിനെയും ഗാരി റൂക്കിനെയും 2024 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ നോബൽ സമ്മാനത്തിന് അർഹരാക്കിയ കണ്ടെത്തൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ മൈക്രോ ആർ എൻ എയുടെ പങ്ക്. ഒരു പ്രകാശവർഷത്തെക്കുറിച്ച് താഴെ പറയുന്നവ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ശൂന്യതയിൽ 1 വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിന് തുല്യമാണിത്. അതാണ് അവിടെ ശരിയല്ലാത്ത പ്രസ്താവന. ഒരു ജൂലിയൻ വർഷത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ശരിയാണ്. ഇത് ഏകദേശം 9.46 ട്രില്യൺ കിലോമീറ്ററിന് തുല്യമാണ്. ഇത് ഏകദേശം 5.88 മില്യൺ മൈലിനും തുല്യമാണ്. ട്രില്യൺ മൈലിനും തുല്യമാണ്. അതും ശരിയാണ്. ഭൂമിയിൽ ഒരാളുടെ ഭാരം 60 N ആണെങ്കിൽ ചന്ദ്രനിൽ അവരുടെ ഏകദേശം ഭാരം എത്രയായിരിക്കും? 60 ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ ആൻസർ ഓപ്ഷൻ സി ആണല്ലേ. 60 എത്രയായിരിക്കും? 60 × 1/6 ആയിരിക്കും അല്ലേ. 1/6 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 ന്യൂട്ടൺ. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ക്രമരഹിതമായ ആകൃതിയുള്ള ഒരു ഖരലോഹ വസ്തുവിൻ്റെ ഭാരം വായുവിൽ 1.5 ന്യൂട്ടണും വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിക്കിടക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരം 1 ന്യൂട്ടണുമാണെങ്കിൽ ആ ലോഹത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 3000 kg/m3. ബഹിരാകാശ യാത്രയ്ക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന വികസിപ്പിച്ചെടുത്ത സ്ത്രീയുടെ രൂപസാദൃശ്യമുള്ള ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി. വ്യോമമിത്ര. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വസ്തുവിനെ വെള്ളത്തിൽ വെച്ച് നഷ്ടപ്പെടുന്ന ഭാരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? വായുവിലെ ഭാരം മൈനസ് വെള്ളത്തിലെ ഭാരമായിരിക്കും അല്ലേ. അപ്പോൾ 1.5 1 തന്നിട്ടുണ്ട്. 1.5 - 1 ചെയ്താൽ എത്ര കിട്ടി? 0.5 എന്ന് കിട്ടി അല്ലേ. ഈ 0.5 ന്യൂട്ടൺ എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആപേക്ഷിക സാന്ദ്രത കാണാം. ആപേക്ഷിക സാന്ദ്രത എങ്ങനെയാണ് കാണാം? റിലേറ്റീവ് ഡെൻസിറ്റി കാണുന്നതിനായിട്ട് 1.5 എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസറിൽ 0.5 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് ലോഹത്തിൻ്റെ സാന്ദ്രത കാണേണ്ടത്. അപ്പോൾ വസ്തുവിൻ്റെ സാന്ദ്രത കാണുന്നതിനായിട്ട് ആപേക്ഷിക സാന്ദ്രതയെ വെള്ളത്തിൻ്റെ സാന്ദ്രത ചെയ്താൽ മതി. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? അതിനെ ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റു 1000 ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും? വെള്ളത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? 1000 ആണല്ലേ. അപ്പോൾ 3 × 1000 ചെയ്യുമ്പോൾ 3000 kg/m3 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വാതകത്തിൻ്റെ മർദ്ദം, വ്യാപ്തം, താപനില എന്നിവയെ സൂചിപ്പിക്കുകയാണെങ്കിൽ PV T ആണെന്നുണ്ടെങ്കിൽ ബോയിൽ നിയമത്തിൻ്റെ ശരിയായ പ്രാതിനിധ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണ് അല്ലേ. അതായത് P ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 1/V എന്ന് പറയാം. 1/V എന്ന് പറയാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് Vക്ക് അല്ലേ. അതാണ് സ്ഥിരമായ താപനിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ആധുനിക ആവർത്തന പട്ടികയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സംക്രമണ ലോഹങ്ങൾ ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെറ്റാണ്. ഡി ബ്ലോക്കിലാണ് അല്ലേ സംക്രമണ മൂലകങ്ങൾ വരുന്നത്. ഏത് പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതോറും പ്രതിനിധി മൂലകങ്ങളുടെ ആറ്റോമിക് ആരം കുറയുന്നു. ശരിയാണ്. മൂലകങ്ങളെ അവയുടെ മാസ് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. തെറ്റാണ്. നമുക്കറിയാം എന്താണ് ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇലക്ട്രോണിക് വിന്യാസം കാരണം ഉത്കൃഷ്ട വാതകങ്ങൾ ഉയർന്ന ക്രിയാശേഷിയുള്ളവയാണെന്ന് പറഞ്ഞിരുന്നു. അതും തെറ്റാണ്. താഴ്ന്ന ക്രിയാശേഷിയാണ് വരുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.001 m NaOH ലായനിയുടെ pH മൂല്യം എത്രയാണ്? ആൻസർ എത്രയാണ്? 51ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി അല്ലേ വരിക, 10 അല്ലേ വരിക. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? pH കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് നോക്കിയാൽ മതി. നമുക്ക് തന്നിരിക്കുന്നത് 0.001 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. 3 0 ഉണ്ട് അല്ലേ, 3 0 ഉണ്ട്. ഓക്കെ, നമുക്ക് അതെന്ന് പറയുന്നത് എത്രയാണ് കിട്ടുക? 10⁻⁻4 എന്ന് കിട്ടും. 10⁻⁻4 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഇത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നമ്മൾ PYQ ചെയ്തപ്പോൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിനുശേഷം നമ്മുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് -log 10⁻⁻4 ആണ്. -log 10⁻⁻4 എന്ന് പറയുന്നത് -log 10⁻⁻4 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഓക്കെ, പിന്നീട് നമുക്ക് എന്ത് സംഭവിക്കും? pH കണ്ടുപിടിക്കുന്നതിനായിട്ട് എന്ത് ചെയ്താൽ മതി? 40 - POH ചെയ്താൽ മതി. അതായത് 14 - 4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? ആൻസർ 10 എന്ന് കിട്ടി. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ആൻസർ കിട്ടിയിരിക്കുന്നത് കേട്ടോ. 14 - 4 ചെയ്തപ്പോൾ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഈ 14 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് 14, അതായത് pHഉം POHൻ്റെയും തമ്മിലുള്ള തമ്മിലുള്ളതാണ് 14. pH പ്ലസ് POH ആണ്, അതായത് ഹൈഡ്രോണിയം ഇല്ലേ, എച്ചും അതുപോലെ തന്നെ OHഉം അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എത്രയാണ്? 14 ആണ് വരുന്നത്. ഓൾറെഡി 14 ആണ് വരുന്നത്. അപ്പോൾ ഈ 14 നമ്മൾ ഈ 4 കൊണ്ട് മൈനസ് ചെയ്തു. അപ്പോൾ എപ്പോഴാണ് ആൻസർ എത്ര കിട്ടിയിട്ടുള്ളത്? 10 എന്നുള്ളത് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 ഐക്യരാഷ്ട്രസഭ ഏത് വർഷമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. ഏതെല്ലാം പത്രങ്ങളിലാണ് കേസരി ബാലകൃഷ്ണപിള്ള ചീഫ് എഡിറ്ററായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. സമദർശി പ്രബോധകൻ. കേസരി ബാലകൃഷ്ണപിള്ള ചീഫ് എഡിറ്റർ, സമദർശി പ്രബോധകൻ. കുമാരനാശാൻ്റെ വീണപ്പൂവ് എന്ന കവിത ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി മിതവാദി. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവരെ അവാർഡ് ലഭിച്ചതിൻ്റെ കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 3 മാത്രം. കോവിലൻ, M ലീലാവതി, MK സാനു. ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? തിരുവിതാംകൂറും കൊച്ചിയും 1949 ജൂലൈ 1 ലയിച്ചു. അത് ശരിയാണ്. ഇനി ഓൾ മലബാർ ഫാർമേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചു. അത് തെറ്റാണ്. ബക്ക് കമ്മിറ്റി നിയമിച്ചു. അത് ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം. പാത്തുമ്മയുടെ ആട്, പ്രേമപാത, യാ ഇലാഹി, കഥാബീജം, ബാല്യകാല സഖി, സർപ്പയജ്ഞം. ക്ലാസിക്കൽ ഭാഷാ പദവി നൽകുന്നതിനുള്ള ശരിയായ മാനദണ്ഡം തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. ഭാഷയ്ക്ക് മികച്ചതും പുരാതനമായൊരു സാഹിത്യ പാരമ്പര്യം ഉണ്ടായിരിക്കണം. ഇത് 1500-2000 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കണം. ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഔദ്യോഗിക മാസിക ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഗ്രന്ഥലോകം. താഴെ പറയുന്നതിൽ ഏതാണ് പ്രാഥമിക മെമ്മറി ഡിവൈസിന് ഉദാഹരണം? ആൻസർ ഓപ്ഷൻ സി റാം. വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനും ഡാറ്റ ട്രാൻസ്മിഷനുള്ള ഏറ്റവും മികച്ച പാത നിർണ്ണയിക്കുന്നതിനും ഏത് നെറ്റ്വർക്ക് ഡിവൈസാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി റൂട്ടർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും യൂസറിനും ഇടയിലുള്ള ഒരു ഇൻ്റർഫേസായി ഏതുതരം സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ChatGPT മറ്റ് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ പോലുള്ള ജനറേറ്റീവ് AI ടൂളുകൾ പ്രധാനമായും ഏത് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ആൻസർ ഓപ്ഷൻ സി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമം 2023 പ്രധാനമായും ലക്ഷ്യമിടുന്നത്? ആൻസർ ഓപ്ഷൻ സി വ്യക്തിഗത ഡിജിറ്റൽ ഡാറ്റയും സ്വകാര്യ അവകാശങ്ങളും സംരക്ഷിക്കുക. സെക്ഷൻ 2J വിവരാവകാശം എന്നാൽ 2005 വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കുന്ന വിവരാവകാശം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ഏതെങ്കിലും പൊതു അധികാരിയുടെ കൈവശമോ നിയന്ത്രണത്തിലോ ആണ്. വിവരാവകാശത്തിന് കീഴിലുള്ള വ്യത്യസ്ത അവകാശങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ഇവയെല്ലാം ശരിയാണ്. ജോലി, ഡോക്യുമെൻറ്റുകൾ, റെക്കോർഡുകൾ എന്നിവ പരിശോധിക്കുന്നതിനുള്ള അവകാശം, രേഖകൾ അല്ലെങ്കിൽ രേഖകളുടെ കുറിപ്പുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാനുള്ള അവകാശം, മെറ്റീരിയലിൽ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കാനുള്ള അവകാശം, ഡിസ്കറ്റുകൾ
ഫ്ലോപ്പികൾ, ടേപ്പുകൾ, വീഡിയോ കാസറ്റുകൾ എന്നിവയുടെ രൂപത്തിലോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മോഡിലോ അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ ഒരു കമ്പ്യൂട്ടറിലോ മറ്റേതെങ്കിലും ഉപകരണത്തിലോ സൂക്ഷിച്ചിരിക്കുന്ന പ്രിൻ്റ് വഴിയോ വിവരങ്ങൾ നേടാനുള്ള അവകാശം. നെക്സ്റ്റ്, ഉപഭോക്തൃ കാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം 2021 ഡിസംബർ 30 പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രതിഫലമായി നൽകിയ ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം 50 ലക്ഷം രൂപയിൽ കൂടരുത്. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354 പ്രകാരം സ്ത്രീയുടെ മാന്യതയെ വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ അവരെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ ചെയ്താൽ എന്ത് ശിക്ഷയാണ് നൽകുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 5 വർഷം വരെ നീളാവുന്നതുമായ ഏതെങ്കിലും തരത്തിലുള്ള തടവും ഒപ്പം പിഴയും. പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യം സംബന്ധിച്ച നടപടികൾ കോടതിയുടെ പരിഗണനയിൽ വരുന്ന തീയതി മുതൽ കേസുകൾ തീർപ്പാക്കുന്നതിന് പ്രത്യേക കോടതിക്ക് അനുവദിച്ചിട്ടുള്ള സമയപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ. കുറ്റകൃത്യം കോടതിയുടെ പരിഗണനയിൽ വരുന്ന തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം തടയൽ നിരോധന പരിഹാര നിയമം 2013 പാസ്സാക്കുന്നതിന് വഴിയൊരുക്കിയത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഏത് സുപ്രധാന വിധിയിലെ മാർഗ്ഗനിർദ്ദേശങ്ങളാണ്? ആൻസർ ഓപ്ഷൻ എ. വിശാഖ വി. രാജസ്ഥാൻ സംസ്ഥാനം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നെക്സ്റ്റ് മാത്സ് ആണ്. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം വായിക്കുന്നുള്ളൂ കേട്ടോ. ഓപ്ഷൻ പറഞ്ഞു പോകാം. 71ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒരു അപരിമേയ സംഖ്യ, ഇറേഷണൽ നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. -234. 73 ഓപ്ഷൻ എ 2860 രൂപ. 74 ഓപ്ഷൻ ഡി 2. 75 ഓപ്ഷൻ സി 26. 76 ഓപ്ഷൻ ഡി 1842. 77 ഓപ്ഷൻ ബി 4567. 78 ഓപ്ഷൻ എ തെക്ക്. 79 ഓപ്ഷൻ സി ചൊവ്വാഴ്ച. 80 ഓപ്ഷൻ ഡി 12. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് ഫേസൽ വെർബ്. ഡു നോട്ട് ഡാഷ് ഓൺ യുവർ ഡ്രീംസ്. ആൻസർ ഓപ്ഷൻ ബി ഗീവ് അപ്പ്. സെലക്ട് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. ആൻസർ ഓപ്ഷൻ സി ഓംലെറ്റ് കേട്ടോ. ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ആൻസർ ഓപ്ഷൻ എ. ദ ടീച്ചർ സെലക്ടഡ് എ ഗേൾ ഹൂ സാങ് വെൽ. Next, complete the sentence with the appropriate preposition from the option given. These cameras belong dash Joshua. Answer option D ആണ് 2. Fill in the blank with the correct form of the verb. Milan dash his own piano. Answer option B has. Find the right synonym of the word. Answer option A ആണ്. Damp-ന്റെ answer option A ആണ് wet. Complete the sentence with the correct idiom. For James and Anne, the accident was actually a. Answer option B, blessing in disguise. Next, choose the correct question tag. It is raining cats and dogs here. Answer option C, isn't it? Correct the following sentence. The children were little playful. Answer option C, the children were little playful. Next, which of the following collective noun is suitable for the sentence given below? I saw a dash of monkeys. Answer option A, troop of monkeys. Next, മലയാളം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ആൻസർ ഓപ്ഷൻ ബി അനുഗ്രഹീതൻ. ശരിയായ വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ സി ഓരോ ആളിൻ്റെയും ഇഷ്ടം നോക്കി ഭക്ഷണം ഉണ്ടാക്കാൻ പ്രയാസമാണ്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നതിന് സമാനമായ മലയാള പരിഭാഷ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും. ഒറ്റപ്പദം എഴുതുക. അപവാദം പറയുന്നവൻ. ആൻസർ ഓപ്ഷൻ ബി പരിവാദകൻ. താഴെ തന്നിരിക്കുന്നതിൽ അഗ്നിയുടെ പര്യായം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഷിക്കി. തന്നിട്ടുള്ള പദത്തിൻ്റെ വിപരീതം എന്ത്? ബദ്ധൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് മുക്തൻ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ സി ചുരുക്കി പറയുക. സമാന പദം കണ്ടെത്തുക. കാറ്റ്. ആൻസർ ഓപ്ഷൻ എ അനിലൻ. ചേർത്തെഴുതുക. അധപതനം. ആൻസർ ഓപ്ഷൻ ഡി ആണ് അധപതനം. ഇനി സ്ത്രീലിംഗ ശബ്ദം ഏത്? പ്രഭു. ആൻസർ ഓപ്ഷൻ ബി പ്രഭി. അപ്പോൾ ഓക്കെ, എത്രയും മാർക്കാണ് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.